എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരത്തിൽ രണ്ടാം ദിവസവും വലയുകയാണ് യാത്രക്കാർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ 7 സർവീസുകളാണ് റദ്ദാക്കിയത്. കണ്ണൂരിൽ നിന്നുള്ള 4 സർവീസുകളും കരിപ്പൂരിൽ നിന്നുള്ള 3 സർവീസുകളും റദ്ദാക്കി. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള സർവീസുകളാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കിയത്. മെയ് 13 വരെ പ്രതിസന്ധി തുടർന്നേക്കുമെന്നാണ് വിവരം. പ്രശ്നപരിഹാരത്തിനായി ക്യാബിൻ ക്രൂ അംഗങ്ങളുമായി എയർ ഇന്ത്യ എക്സ്പ്രസ് മാനേജ്മെന്റ് ഇന്ന് ഗുഡ്ഗാവിൽ ചർച്ച നടത്തുന്നുണ്ട്. സമരത്തിൽ പങ്കെടുത്ത ജീവനക്കാരിൽ 25 പേരെ കമ്പനി പിരിച്ചുവിട്ടിട്ടുണ്ട്. വിവിധ എയർപോർട്ടുകളിൽ നിന്നായി അർജുൻ കല്യാട് കണ്ണൂരിൽ നിന്ന്, അഷ്കർ അലി നമുക്കൊപ്പം ചേരുന്നത് കോഴിക്കോട് നിന്നുമാണ്, അല്ലമീൻ നമുക്കൊപ്പം ചേരുന്നത് തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്നാണ്. 3 എയർപോർട്ടുകളിൽ നിന്ന് നമ്മുടെ 3 പ്രതിനിധികൾ നമുക്കൊപ്പം ചേരുന്നു. ആദ്യം അല്ലമീനിലേക്ക്. അല്ലമീൻ, ഈ ഫ്ലൈറ്റ് സ്റ്റാറ്റസ് ഒക്കെ നോക്കിയത് കാരണം പലപ്പോഴും കൂടുതൽ യാത്രക്കാരെത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അഷ്കർ നമുക്കൊപ്പമുണ്ട്. ഒരു നിമിഷം, ഞാൻ അല്ലമീനിലേക്ക് വരാം. അതിനു മുമ്പ് അഷ്കറിനോടൊപ്പം യാത്രക്കാർ കൂടി ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അഷ്കർ, ഫ്ലൈറ്റ് സ്റ്റാറ്റസ് ഒക്കെ നോക്കിയത് കൊണ്ട് കൂടുതൽ യാത്രക്കാർ എത്തിയിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എങ്കിലും വന്നവരുടെ പ്രതികരണം എങ്ങനെയാണ്? അരുൺ, ഇന്നും ഇന്നലത്തേതിന് സമാനമായ രീതിയിൽ യാത്രക്കാർ കരിപ്പൂരിൽ എത്തിയിരുന്നു എന്നുള്ളതാണ്. വന്ന ആളുകളൊക്കെ മടങ്ങിപ്പോയി എന്നുള്ളതാണ് അവസ്ഥ. കാരണം ഇന്നലത്തെ പ്രതിഷേധം ഇന്നലെ രാത്രിയോടെ തന്നെ അവസാനിപ്പിക്കുമെന്നായിരുന്നു യാത്രക്കാർ പ്രതീക്ഷിച്ചിരുന്നത്. മാത്രമല്ല, തുടർച്ചയായി ഇപ്പോഴും എയർ ഇന്ത്യയുടെ സൈറ്റുകളിലൊക്കെ തന്നെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ടൊരു യാത്രക്കാരൻ പറഞ്ഞത് ഇന്നലെ കണ്ണൂരിൽ നിന്ന് യാത്ര മുടങ്ങി തുറന്ന് ഇന്ന് അവിടെ എത്തേണ്ട ഒരു അടിയന്തര സാഹചര്യത്തിൽ വീണ്ടും എന്ത് ചെയ്യുന്നു, ഇന്ന് അങ്ങോട്ടേക്ക് തന്നെ വീണ്ടും ടിക്കറ്റ് എടുക്കുന്നു, അടുത്തൊരു ഫ്ലൈറ്റ്. പക്ഷേ ഇപ്പോൾ 2 ഫ്ലൈറ്റും മുടങ്ങി, 2 ക്യാഷും റീഫണ്ട് ആവാത്ത ഒരു സാഹചര്യം. നേരത്തെ ഒരാഴ്ചയാണ് പറഞ്ഞെങ്കിൽ ഇപ്പോൾ അത് 14 ദിവസം വരെ റീഫണ്ടിന് സമയം പറയുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് യാത്രക്കാരുണ്ട്. ഇപ്പോൾ നിങ്ങൾ എവിടേക്ക് പോകുന്നതാണ്? സലാല. ഇപ്പോൾ എന്താ പറയുന്നത്? സലാല അവർ പറഞ്ഞത് 9-ാം തീയതി 16-ാം തീയതിക്ക് ടിക്കറ്റ് ഉണ്ട്. അത് ഉറപ്പൊന്നുമില്ല. 16-ാം തീയതിക്ക് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഉറപ്പൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. അതിൽ ഒരു ഉറപ്പ് പറഞ്ഞിട്ട് റീഫണ്ട് വേണമെങ്കിൽ കിട്ടും. പക്ഷേ അതിനും 15 ദിവസം 14 ദിവസം വെയിറ്റ് ചെയ്യണം. നമ്മൾ റീഫണ്ട് ചെയ്ത് നമ്മൾ ഖത്തറിലേക്ക് യാത്ര ചെയ്യേണ്ടത്. ഇന്നലെ വന്ന് മടങ്ങി. ഇന്ന് വീണ്ടും വന്ന് ഫ്ലൈറ്റ് ചെയ്യാൻ തന്നെ ഇപ്പോൾ റീഫണ്ട് ചെയ്ത്. ഇനി മടങ്ങാൻ കഴിയില്ല. ഇനിയിപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് എന്താക്കണോ, യാത്ര ചെയ്യണം. വലിയ പൈസയും കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് യാത്ര ചെയ്യണം. നമ്മൾ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന നമ്മൾ എത്തിക്കില്ല, നമ്മൾ ജോലി പോകും. 2 തവണ വരാനുള്ള യാത്ര നഷ്ടമായി. അല്ല, നഷ്ടം തന്നെ. നമ്മൾ വാണിമേൽ, നാദാരം വാണിമേൽ. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ നിന്നടക്കം വന്ന ഒരുപാട് യാത്രകൾ എവിടെ നിന്ന്? കരുവാരമുണ്ട്. ഇപ്പൊ അവര് ഡേറ്റ് ചേഞ്ച് ചെയ്ത് തന്നു 13-ാം തീയതിക്ക്. അതും ഷുഗറൊന്നുമല്ല, വന്ന് നോക്കിയെന്ന് പറയുന്നത്. അവർക്കിപ്പോൾ ഒരു ഷുഗറില്ല. എന്താ ചെയ്യുക, അവർ റീഫണ്ട് ചെയ്യണമെങ്കിൽ 15 ദിവസം കഴിയണമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡേറ്റ് ചേഞ്ച് ചെയ്യാൻ വേറെ മാർഗ്ഗമല്ലല്ലോ. അപ്പോൾ പിന്നെ 13-ാം തീയതിക്ക് ചേഞ്ച് ചെയ്ത് തന്നിക്കണു, അതും ഷുഗറല്ല എന്നാണ് പറയുന്നത്. ഈ ഒരു സാഹചര്യം പറയുന്നത് ഓരോ ആളുകൾക്കും പല ദിവസങ്ങൾ പറയുന്നു. പക്ഷേ പല ദിവസങ്ങൾ പറയുമ്പോൾ പോലും ഇനി അവർക്ക് മാറ്റി നിശ്ചയിച്ച ഡേറ്റിന് പോലും വരാൻ കഴിയുമോ എന്നുള്ള, ഇല്ലെങ്കിൽ അന്ന് പോലും യാത്ര ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഒരു ഉറപ്പ് നൽകാൻ എയർ ഇന്ത്യക്കാർക്ക് നൽകുന്നില്ല. ചില ആളുകൾക്ക് 13-ഉം 16-ഉം ഒക്കെ പറയുന്നു. മാത്രമല്ല, റീഫണ്ട് നൽകാനുള്ള ദിവസം നേരത്തെ 7 ദിവസം എന്ന് പറഞ്ഞപ്പോൾ 14 ദിവസമൊക്കെ പറഞ്ഞപ്പോൾ ഈ പണം ഉപയോഗിച്ച് മറ്റൊരു ടിക്കറ്റ് എടുത്ത് പോകാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിൽ യാത്രക്കാർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നുള്ളതാണ്. വന്ന ആളുകളൊക്കെ തന്നെ ഇപ്പോൾ ഇത്തരത്തിൽ റീഫണ്ടോ ഇല്ലെങ്കിൽ റീഡ് ഷെഡ്യൂളോ വാങ്ങി മടങ്ങി പോവുകയാണ്. പക്ഷേ ഓരോ തവണ ഇന്നലെ വന്നവർ വീണ്ടും ഇന്ന് വരുന്നു. പക്ഷേ ഇവർ നൽകുന്ന അടുത്ത ഡേറ്റിന് വീണ്ടും വരുന്നു. ഈ ഘട്ടങ്ങളിലൊക്കെ മടങ്ങി പോകേണ്ട അവസ്ഥ. ഓരോ വരവിനും തന്നെ വലിയ നിർഭാഗ്യകരമായ കാര്യമാണ്. എയർ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയും വലിയൊരു പ്രതിസന്ധി അടുത്ത കാലത്ത് അഭിമുഖീകരിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്കൊപ്പം അല്ലമീൻ കൂടി ചേരുന്നുണ്ട്. തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്നാണ് അല്ലമീൻ നമുക്കൊപ്പം ചേരുന്നത്. അല്ലമീൻ, തിരുവനന്തപുരത്ത് എന്താണ് അവസ്ഥ? കൂടുതൽ യാത്രക്കാർ എത്തുന്നുണ്ടോ? കൂടുതൽ സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ടോ ഇന്ന്? അതുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ആഭ്യന്തര അന്താരാഷ്ട്ര സർവീസുകൾ പലതും റദ്ദാക്കിയിട്ടുണ്ട്. അത് ഇവിടെ നിന്ന് പുറപ്പെടേണ്ട 3 വിമാനങ്ങളും തിരുവനന്തപുരത്തേക്ക് എത്തേണ്ടിയിരുന്ന 4 വിമാനങ്ങളും, അങ്ങനെ 7 സർവീസുകളാണ് തിരുവനന്തപുരത്ത് റദ്ദാക്കിയത്. ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് ഒരുപാട് യാത്രക്കാരൊന്നും വന്നിട്ടില്ല. കാരണം ഇന്നലേക്ക് വന്ന് രാത്രിയും പകലുമൊക്കെ വന്ന് പലരും പെട്ട് മടങ്ങിപ്പോയൊരു സാഹചര്യമുണ്ട്. പക്ഷേ ദയനീയമായൊരു കാഴ്ച, ഇന്നലെ രാവിലെ നമ്മൾ ഇവിടെ നിന്ന് ലൈവ് കൊടുത്തപ്പോഴും ഇവിടെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു, കഠിനംകുളം സ്വദേശിയായ പ്രദീപ് എന്ന് പറയുന്ന പുള്ളി. ഇന്നലെ നമ്മുടെ ലൈവിൽ തന്നെ അദ്ദേഹം പറഞ്ഞു ഇന്ന് അദ്ദേഹത്തിൻ്റെ ലീവ് കഴിയുകയാണ്. അപ്പോൾ ഇന്ന് അവിടെ ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ ജീവിതത്തിന്മേൽ കരുതലിൽ വീഴും, ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ ഇന്നലെ പറഞ്ഞിരുന്നു. അദ്ദേഹം ഇന്ന് വീണ്ടും ഇവിടെ എത്തിയിരിക്കുകയാണ്. ഒരു വഴിയുമില്ലാതെ ഇവിടെ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ എയർ ഇന്ത്യ അധികൃതർ ഒരു പകരം സംവിധാനം ചെയ്യാനായിട്ട് അവർ ആലോചിക്കുന്നത് പ്രദീപേട്ടൻ്റെ അർബാബുമായി ബന്ധപ്പെട്ട്, സ്പോൺസറുമായി ബന്ധപ്പെട്ട് ലീവ് നീട്ടിക്കിട്ടാനാകുമോ എന്നുള്ളൊരു ശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതുവരെയും അവിടുത്തെ അർബാബുമായി നേരിട്ട് സംസാരിക്കാനായില്ല. അതിനുള്ള ശ്രമത്തിലാണ് പ്രദീപേട്ടൻ. പലരെയും രാവിലെ വന്നതുപോലെ തന്നെ പലരെയും ഇങ്ങനെ ഫോൺ വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ 3 വർഷമായി അദ്ദേഹം മസ്കറ്റിൽ പണിയെടുക്കുകയാണ്. കൺസ്ട്രക്ഷൻ മേഖലയിലാണ്. 6 മാസമായി നാട്ടിലുണ്ട്. അവധിക്ക് വന്ന് പോകാൻ തുടങ്ങുമ്പോൾ ഒരു അപകടം പറ്റി അതിൻ്റെ വിശ്രമത്തിലൊക്കെയായിരുന്നു. ഇപ്പോഴും കാലിലും മുറിവും അപകടം അതിൻ്റെ പരിക്കൊന്നും പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. ആ അവസ്ഥയിലാണ് അദ്ദേഹം മടങ്ങിപ്പോകാനായി ഒരുങ്ങി ഇവിടെ നിൽക്കുന്നത്. പ്രദീപേട്ട ഫോൺ കഴിഞ്ഞോ? എന്താ അവസ്ഥ? ഇന്നലെ രാവിലെ വന്നപ്പോഴും ഇവിടെ നിൽക്കുന്നുണ്ടോ? ഇന്നും വന്നു. ഇന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് വന്നത്? ഇന്നലെ വന്നിട്ടും പോകാൻ പറ്റിയില്ലല്ലോ. ഇന്നലെ വന്നിട്ടും പോകാൻ പറ്റിയില്ല. ഇന്നലെ തന്നെ എനിക്ക് ഇവർ ഇന്നത്തെ ഡേറ്റ് ഇട്ടാണ് തന്നത്.
പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ വന്നപ്പോഴും അവർ പറയുന്നു പിന്നെ ഫ്ലൈറ്റ് ക്യാൻസലായിരിക്കുന്നതാണ് പറഞ്ഞു, പോകാൻ പറ്റത്തില്ല എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ ഇപ്പോൾ ഇതാണൊക്കെ പറഞ്ഞ് എനിക്ക് അവിടുത്തെ എയർപോർട്ടുമായി പെടാൻ വേണ്ടി അറബാബുമായിട്ട് ബന്ധപ്പെടാൻ പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് അറബാബു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് ഇവിടെ പേപ്പർ തന്നു കഴിഞ്ഞാൽ ചെയ്യാമെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് ഇവർ പറയുന്നു, അതെനിക്കറിയില്ല. അർബാബ് കനിഞ്ഞില്ലെങ്കിൽ പോക്ക് നടക്കില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ജീവിതം മുന്നോട്ട് എങ്ങനെയായിരിക്കും? വേറെ സാമ്പത്തികമായിട്ടൊക്കെ എന്താ അവസ്ഥ നിങ്ങളുടെ? സാമ്പത്തികം വളരെ മോശമാണ്, ജീവിതം മുമ്പോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്, ഒരു മാർഗവുമില്ല. സംസാരിച്ച ഒരു അപകടം പറ്റിയ കാര്യമൊക്കെ പറഞ്ഞിരുന്നു, ഈ അവധിക്ക് വന്ന് പറ്റിയതാണോ? അവധിക്ക് വന്ന് പറ്റിയതാണ്. അവധിക്ക് വന്ന് ജോലി ടൈമിൽ ഒരു ചെറിയൊരു ഇത് പറ്റിയതാണ്. അപ്പോൾ യാത്രയാക്കാൻ വീട്ടുകാരൊന്നും എത്തിയിട്ടില്ല? ഇല്ലല്ല, വീട്ടുകാർ എൻ്റെ ഒരു സുഹൃത്താണ് എന്നെ കൊണ്ട് ഇവിടെ ആക്കിയിട്ട് പോയത്. ഇന്നലെയും ആ സുഹൃത്ത് തന്നെയാണ് ഇവിടെ വന്നത്. ഇന്നലെ വന്നപ്പോഴും ആ സുഹൃത്തിൻ്റെ ജോലി നഷ്ടപ്പെട്ടാണ് നിന്നത്. അപ്പോൾ ഇന്നും വന്നപ്പോൾ താമസിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പൊക്കോളാൻ പറഞ്ഞു. ഇതിൻ്റെ തീരുമാനം അറിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. ഇന്നലെയും പുലർച്ചെ എത്തി, വൈകുന്നേരം അടുപ്പിച്ചാൽ പോയെന്ന് പറയുന്നു. ഇന്നിപ്പോൾ എപ്പോഴെത്തിയ? ഫുഡൊക്കെ കഴിച്ചോ? ഇല്ല, ഫുഡ് ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. എന്നിട്ട് രാവിലെ 5 മണി ഒക്കെ ഇവിടെ എത്തിയതാണ്. 5 മണിക്ക് എത്താൻ ഇവർ പറഞ്ഞിരുന്നു ഇന്നലെ? ഇല്ല, 5 മണിക്ക് എത്താനായിട്ട് പറഞ്ഞിട്ടില്ല. 8 മണിക്ക് ഫ്ലൈറ്റാണ്, അതിനനുസരിച്ച് വരണം. അപ്പോൾ നമ്മൾ 3 മണിക്കൂർ മുമ്പ് ഇവിടെ വരേണ്ടതാണ്. അപ്പോൾ അങ്ങനെ 3 മണിക്ക് മുമ്പേ ഞാൻ ഇവിടെ വന്നതാണ്. അപ്പോൾ ഈ എയർ ഇന്ത്യയിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ വേറെ വിമാനത്തിൽ ടിക്കറ്റ് എടുത്ത് പോകാൻ പറ്റുന്ന അവസ്ഥയാണോ? അതിൻ്റെ ടിക്കറ്റ് റേറ്റൊക്കെ തിരക്കായിരുന്നു, എത്രയാണ് പറയുന്നത്? അത് ചാർജ് പിന്നെ ഒമാൻ എയറിൽ തന്നെ 30-35 അങ്ങനെ പോകുന്നുണ്ടെന്നാണ് പറഞ്ഞത്. എടുത്ത് പോകാൻ പറ്റുന്ന അവസ്ഥയല്ല? അതെടുത്ത് പോകാൻ പറ്റുന്ന അവസ്ഥയല്ല. കാരണം എനിക്ക് കമ്പനിയാണ് ഇപ്പോൾ എൻ്റെ അവസ്ഥ അറിഞ്ഞ് കമ്പനിയാണ് എനിക്ക് ടിക്കറ്റിന് പൈസ അയച്ചു തന്നത്. ആ പൈസ ടിക്കറ്റിന് തന്നെ ആയി. വേറെ എനിക്ക് നിവൃത്തി ഇല്ലാത്തതിനെ കൊണ്ട് എനിക്ക് തിരിച്ചൊന്നും പോകാൻ പറ്റത്തില്ല. എയർ ഇന്ത്യയിൽ ഇപ്പോൾ എത്രയായിരിക്കുന്ന റേറ്റ് ടിക്കറ്റിന്? എയർ ഇന്ത്യയിൽ ഇപ്പോൾ 18,500 ടിക്കറ്റ് ആയിട്ടുള്ളത്. കമ്പനി എടുത്തതെന്ന് പറയുമ്പോൾ ഇനി അവിടെ പോയി ജോലി ചെയ്ത് തിരിച്ചടയ്ക്കേണ്ടതുണ്ടോ? അതെ, തിരിച്ച് അടയ്ക്കേണ്ടതുണ്ട്. അവിടെ പോയി ജോലി ചെയ്ത് അടയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ആകെ ഇതിൽ വിഷമത്തിലാണ്. ഓക്കെ, അല്ലമീൻ അർബാബുമായിട്ട് ബന്ധപ്പെട്ട് എഞ്ചിനീയറൊക്കെ ബന്ധപ്പെടുന്നുണ്ട്. അവരെന്താ പറയുന്നത്? ഒരു പ്രതീക്ഷ ഉണ്ടോ? പ്രതീക്ഷ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അവർ കനിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഇറങ്ങാൻ തിരിച്ചു പറ്റും, ഇല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതം നശിക്കും. അരുൺ, അതാണ് അവസ്ഥ. കാരണം വല്ലാത്തൊരു പ്രതിസന്ധിയാണ്. കാരണം ഇന്നലെ രാവിലെയും വന്നു നമ്മളിവിടെ കാണുമ്പോൾ വളരെ കരഞ്ഞ് കലങ്ങി കണ്ണുകളവിൽ ഇന്നലെ അദ്ദേഹം നിൽക്കുന്നുണ്ടായിരുന്നു. പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ ഇന്നലെ ഇവിടെ അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്നത്തെ ഫ്ലൈറ്റിൽ സംവിധാനം ഏർപ്പെടുത്താമെന്നുള്ള എയർ ഇന്ത്യ അധികൃതരുടെ ഒരു ഉറപ്പ് പ്രതീക്ഷിച്ചാണ് അദ്ദേഹം ഇന്ന് രാവിലെ വന്നത്. സമാനമായ അനുഭവം തന്നെയാണ്. ഇനി അർബാബ് കനിഞ്ഞാൽ അദ്ദേഹത്തിന് പോകാം. അതായത് എയർ ഇന്ത്യ കൈവിട്ടു. ഇനി അർബാബ് വിചാരിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് ഇവിടെ ഇറങ്ങാൻ പറ്റൂ. അല്ല എങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന വലിയ പ്രശ്നം. അവിടെയും കൺസ്ട്രക്ഷൻ മേഖലയിലാണ് അദ്ദേഹം പണിയെടുക്കുന്നത്. ഒരു ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇന്നലെ വന്നതാണ് അദ്ദേഹം. ആ ബാഗും കൊണ്ട് ഇന്നും അദ്ദേഹം മടങ്ങി വന്നിരിക്കുകയാണ്. പോകാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിൽ ഇന്ന് അധികം ആളുകളൊന്നുമില്ല. കാരണം ഈ യാത്ര മുടങ്ങുന്നൊരു സാഹചര്യം, ഫ്ലൈറ്റുകൾ റദ്ദാക്കുന്നു എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് പല ആളുകളും, ചില ആളുകളാണെങ്കിൽ മറ്റ് വിമാനങ്ങളിൽ ടിക്കറ്റ് എടുത്ത് മടങ്ങിപ്പോയിട്ടുണ്ട്. ചില ആളുകൾ എയർ ഇന്ത്യ അടുത്ത ദിവസത്തേക്കൊക്കെ മാറ്റിക്കൊടുത്ത ദിവസങ്ങളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു നിവൃത്തിയും, എന്തെങ്കിലും നിവൃത്തിയുള്ളവർ ആ രീതിയിൽ പകരം സംവിധാനങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ പ്രതിഭടനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഓപ്ഷനും മുന്നിലില്ല. കൂടിയ തുക കൊടുത്ത് ടിക്കറ്റ് എടുത്ത് പോകാൻ കഴിയുന്നൊരു സാഹചര്യം ഇന്ത്യയിൽ തന്നെ പോയില്ലെങ്കിൽ ഈ പറഞ്ഞ കമ്പനി എടുത്തു കൊടുത്ത ടിക്കറ്റും കൂടിയാണ്. അവിടെ ഇറങ്ങിയില്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. അങ്ങനെ ജോലി നഷ്ടപ്പെട്ടാൽ ജീവിതത്തിൽ മുന്നോട്ട് എന്ത് എന്നൊരു ചോദ്യം. ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് പ്രതിഭട്ടൻ മാത്രമേ ഉള്ളൂവെങ്കിൽ പലരുടെയും ഒരു പ്രതിനിധിയായിട്ട് പ്രതിഭട്ടൻ നമുക്ക് അവതരിപ്പിക്കാമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഓക്കെ, അല്ലമീൻ ഈ പ്രദീപിന്റെ നമ്പറും കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും ഒന്ന് ശേഖരിച്ചു വെച്ചോളൂ. കാരണം നാളെയും ഒരുപക്ഷെ ഇതാണ് അവസ്ഥയെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവും. നമുക്ക് എങ്ങനെയാണ് പ്രദീപിനെ സഹായിക്കാൻ കഴിയുക എന്ന് നമുക്കൊന്ന് നോക്കാം. അല്ലമീൻ, എന്തായാലും ഈ പ്രദീപിന്റെ നമ്പറും കോൺടാക്ട് ഡീറ്റെയിൽസും ഒന്ന് സൂക്ഷിച്ചു വെച്ചോളൂ. ഇന്ന് ലീവ് കഴിയാണ്. ഇന്ന് ലീവ് കഴിയാണോ അരുൺ? പ്രതിഭടൻ ഇന്നല്ലേ അവധി കഴിയുന്നു എന്ന് പറഞ്ഞു. ഇന്ന് ലീവ് കഴിയാണ്. അദ്ദേഹത്തിന് ഇന്ന് അവിടെ ഇറങ്ങിയില്ലെങ്കിൽ പിന്നെ ഒരു പോംവഴി ഇല്ല എന്നുള്ള. കാരണം ഇന്നലെ വന്നപ്പോഴും അദ്ദേഹം പറഞ്ഞു ഇന്ന് അവധി കഴിയാണ്, ഇന്ന് അവിടെ ഇറങ്ങിയില്ലെങ്കിൽ കാര്യങ്ങൾ നടക്കില്ല എന്നുള്ളതാണ്. വിസയുടെ കാലാവധി ഇന്നലെ കഴിഞ്ഞിരുന്നു അതോ ഇന്ന് കഴിഞ്ഞിരുന്നു? നാളെ എന്നൊരു ഓപ്ഷൻ അദ്ദേഹത്തിന് മുന്നിലില്ല. ഇന്ന് കഴിയുകയാണ്. ഇന്നാണ് അദ്ദേഹത്തിൻ്റെ അവധി അവസാനിക്കുക. അപ്പോൾ ഇന്ന് അവിടെ ഇറങ്ങിയില്ല എങ്കിൽ പിന്നെ അവിടെ ഇറങ്ങാൻ പറ്റത്തില്ല, ജോലി തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. അതുകൊണ്ടാണ് ഇപ്പോൾ എയർ ഇന്ത്യയുടെ അധികൃതർ തന്നെ അവിടെ സ്പോൺസറുമായി ബന്ധപ്പെട്ട അവധി നീട്ടാൻ പറ്റുമോ എന്നുള്ളൊരു ഓപ്ഷനാണ് നോക്കുന്നത്. ഇന്ന് അവധി കഴിയുമെന്നുള്ളത് കുറച്ച് ദിവസത്തേക്ക് നീട്ടാൻ പറ്റുമോ എന്നുള്ളൊരു ഓപ്ഷനാണ് അവർ നടത്തുന്നത്. എയർ ഇന്ത്യ അധികൃതർ നേരിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഒരു അനുകൂല സമീപനം കിട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ മറ്റൊരു ദിവസത്തേക്ക് മാറുന്നതിന് പ്രശ്നമല്ല. അങ്ങനെ ഒരു അനുകൂല സമീപനം കിട്ടിയില്ല, അർബാബ് കനിഞ്ഞില്ല, സ്പോൺസർ കനിഞ്ഞില്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ ലീവ് ഇന്ന് തന്നെ കഴിയുകയും ചെയ്യും. പിന്നെ അങ്ങോട്ട് ഇറങ്ങുന്നതിന് നമുക്കറിയാലോ മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും. പുതിയ വിസയൊക്കെ എടുത്ത് പോകേണ്ടി വരും.
പ്രദീപേട്ടൻ്റെ ജീവിത സാഹചര്യം നോക്കുമ്പോൾ അത് വലിയ പ്രയാസമാണ് എന്നുള്ളതാണ് ഓക്കെ, അദ്ദേഹം നമുക്ക് പറയുന്നത്. എന്തായാലും എങ്ങനെയാണ് നമുക്ക് സഹായിക്കാൻ കഴിയുക എന്ന് നമുക്ക് നോക്കാം. അദ്ദേഹത്തിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൂടി ഒന്ന് അലവിൻ കരുതിക്കോളൂ. എയർ ഇന്ത്യയും ശ്രമിക്കട്ടെ. നമുക്ക് പ്രദീപിനെ പോലെയുള്ള നിരവധി ആളുകൾ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ്. അലവിൻ എന്തായാലും ആ കോൺടാക്ട് ഒന്ന് വാങ്ങിക്കോളൂ. പ്രേക്ഷകർ അറിയാവുന്ന പോലെ നിസ്സഹായാവസ്ഥയിലാണ്. ഇത്തരം സാധാരണക്കാരായ മനുഷ്യരുടെ ജീവനാണ് വെച്ചാണ് ഇവർ കളിക്കുന്നത് എന്നതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ചില സമയത്തൊക്കെ നമ്മൾ അറിയാതെ ചോര തിളച്ചു പോകുന്നത് ഈ ഘട്ടത്തിലാണ്. ശരിയാണ്, ജീവനക്കാരെ സംബന്ധിച്ച് ക്യാബിൻ ക്രൂവിനെ സംബന്ധിച്ച് അവർക്ക് ചില പ്രശ്നങ്ങളുണ്ട്. അത് മാനേജ്മെന്റിനെ അറിയിച്ചു, മാനേജ്മെന്റ് ഇത് കേട്ടില്ല. പക്ഷേ അതിന് ഇന്ന് മിന്നൽ പണിമുടക്കൊക്കെ നടത്തി ഇത്തരം യാത്രക്കാരെ വലയ്ക്കുകയും അവരുടെ ജീവിതം തന്നെ ഇല്ലാതാക്കുകയും ചെയ്യുന്നതിനെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അതിന് നമുക്കൊട്ടും പിന്തുണയ്ക്കാനും കഴിയില്ല. നമുക്കൊപ്പം അർജുൻ കല്യാട് കൂടി ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്നും. അർജുൻ കല്യാട്, എന്താണ് കണ്ണൂർ എയർപോർട്ടിൽ നിന്നുള്ള കാഴ്ചകൾ? ഇന്ന് കണ്ണൂരിൽ എത്ര സർവീസുകളാണ് റദ്ദാക്കിയത്? അരുണെ, വെരി ഗുഡ് മോർണിംഗ്. പ്രദീപേട്ടൻ ഏതായാലും ഒറ്റപ്പെട്ട ഉദാഹരണമല്ല. കണ്ണൂരിലും ഇന്ന് രാവിലെ തന്നെ ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള പ്രയാസങ്ങൾ നേരിടുന്ന നിരവധി യാത്രക്കാർ കണ്ണൂരിലെത്തി അവിടെ നിന്ന് തിരിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. കണ്ണൂരിൽ ഇന്ന് 4 സർവീസുകളാണ് റദ്ദാക്കിയിട്ടുള്ളത്. അതായത് പുലർച്ചെ 4:25 ഷാർജയിലേക്ക് പുറപ്പെടേണ്ടുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ്, അതുപോലെ തന്നെ മസ്കറ്റ്, ദമാം, അബുദാബി, ഈ 4 സർവീസുകളാണ് ഇന്ന് റദ്ദാക്കിയിട്ടുള്ളത്. ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ വിമാനങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അറിയുന്നത്. എങ്കിൽ കൂടി അത് ആ ഘട്ടത്തിൽ ഇനിയിപ്പോൾ ക്യാൻസൽ ആകുമോ എന്ന കാര്യത്തിലൊരു ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും വലിയ തോതിൽ ഈ യാത്രക്കാർക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ടെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വലിയ ഓരോ ആൾക്കാരൊക്കെ രാവിലെ നമ്മളെ ഫോണിലൊക്കെ വിളിച്ച് ബന്ധപ്പെടുന്ന സമയത്ത് പറയുന്നത് പുലർച്ചെ 1 മണിക്കും 2 മണി 4 മണിക്കൊക്കെ പോകേണ്ടുന്ന ഫ്ലൈറ്റിന് വേണ്ടി പുലർച്ചെ 1 മണിക്കൊക്കെ ഈ എയർപോർട്ടിലേക്ക് എത്തുകയും അതിനുശേഷം ആ സമയത്താണ് അവർ അറിയുന്നത് ഇത്തരത്തിൽ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം അവർ അറിയുന്നത്. ഒരുപക്ഷെ മുൻകൂട്ടി പറഞ്ഞാൽ ഇത്രയും വലിയ ത്യാഗം സഹിച്ച് കാസർഗോഡ് നിന്നൊക്കെയുള്ള ആൾക്കാർ ഇവിടെ എത്തേണ്ടുന്ന ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്നും മുൻകൂട്ടി അറിയിക്കുന്നതിനുള്ള ഒരു ശ്രമം പോലും അല്ലെങ്കിൽ ആ ഒരു ഇടപെടൽ പോലും ഈ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ള പരാതിയാണ് പ്രധാനമായും ആൾക്കാർ ഉന്നയിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ വലിയ തരത്തിലുള്ള പ്രയാസവും അത്തരത്തിലുള്ള കാര്യങ്ങളുമാണ് യാത്രക്കാർ പറയുന്നത്. ഇങ്ങനെ തുടർച്ചയായ രീതിയിൽ അല്ലെങ്കിൽ തുടർച്ചയായ ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള പണിമുടക്കുകൾ ഉണ്ടാവുന്നത്, അതും ഒരു മിന്നൽ പണിമുടക്ക് ഉണ്ടാവുന്നത് യാത്രക്കാരെ സംബന്ധിച്ച് വലിയ പ്രയാസം സൃഷ്ടിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഒരുപക്ഷെ ഈ പ്രശ്നം പരിഹരിക്കാൻ ഇവിടെ കണ്ണൂരോ കോഴിക്കോടോ തിരുവനന്തപുരത്തോ കൊച്ചിയിലോ മാത്രം വിചാരിച്ചതുകൊണ്ട് സാധിക്കില്ല. ഇത് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൻ്റെ കമ്പനി തന്നെ ഇടപെടൽ നടത്തി പരിഹരിക്കേണ്ട വിഷയമാണ്. നേരത്തെ അരുൺ പറഞ്ഞു, തൊഴിലാളികളുടെ പ്രശ്നം കൃത്യമായ രീതിയിൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത്. പക്ഷേ ഇത്തരത്തിൽ ഒരു മിന്നൽ പണിമുടക്ക് ഉണ്ടാവുന്നു. നമ്മുടെ സാധാരണ രീതിയിൽ നാട്ടിൻപുറത്ത് ഏതെങ്കിലും ഒരു റൂട്ടിൽ, അതായത് 10 ബസ് ഓടുന്ന റൂട്ടിൽ ഒരു ബസ് പണിമുടക്കുമ്പോൾ ബാക്കിയുള്ള ബസ്സുകളെ നമുക്ക് ആശ്രയിക്കാം. ഇപ്പോൾ അത് ഇവിടെ അങ്ങനെയല്ല. ഇപ്പോൾ ഷാർജയിലേക്കൊക്കെ പോകുന്ന സ്ഥലത്ത് ഇവിടെ കണ്ണൂരിൽ നിന്ന് മറ്റ് ഫ്ലൈറ്റുകൾ കുറവാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ആൾക്കാർ ആശ്രയിക്കുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളെയാണ്. അപ്പോൾ ഇവിടെ ആശ്രയിക്കാൻ പോലും അല്ലെങ്കിൽ പകരം ആശ്രയിക്കാൻ പോലും മറ്റ് വിമാന സർവീസുകൾ ഇല്ല എന്നുള്ളതാണ് യാത്രക്കാർക്ക് വലിയ തോതിൽ പ്രയാസം. കണ്ണൂർ എയർപോർട്ടിനെ സംബന്ധിച്ചും അതുതന്നെയാണ് പ്രയാസം. ആകെ വളരെ ചുരുക്കം അന്താരാഷ്ട്ര സർവീസുകൾ മാത്രമാണ് കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് സർവീസ് നടത്തുന്നത്. അതിൽ തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസ് വളരെ പ്രധാനപ്പെട്ട ഒരു സർവീസ് കമ്പനിയാണ്. അതിന് പുറമെ ഇൻഡിഗോ കമ്പനിയും കൂടി കണ്ണൂരിൽ നിന്ന് സർവീസ് നടത്തുന്നുണ്ട്. അപ്പോൾ ഇൻഡിഗോയിലൊക്കെ ടിക്കറ്റ് വളരെ വേഗത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ വിറ്റുപോകുന്നൊരു സാഹചര്യം. അപ്പോൾ സാമ്പത്തികമായി ഭദ്രതയില്ലാത്ത ചില കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക് ഇത്തരത്തിൽ യാത്ര ചെയ്യാൻ വലിയ തോതിലാണ് പ്രയാസം അനുഭവപ്പെടുന്നത്. എന്തായാലും കണ്ണൂർ എയർപോർട്ടിൽ ഇപ്പോൾ ആൾക്കാർ, അതായത് യാത്രക്കാരായി വന്നിട്ടുള്ളവർ എല്ലാവരും തന്നെ മടങ്ങിപ്പോയിട്ടുണ്ട്. കാരണം അവരെല്ലാവരും തന്നെ ഇന്നലെ രാത്രി 1 മണിക്കും 2 മണിക്കൊക്കെ എത്തിയതാണ്. പുലർച്ചെ 4:25 ഫ്ലൈറ്റിനൊക്കെ പോകുന്നതിന് വേണ്ടി രാത്രി തന്നെ എത്തിയതാണ്. അവരാരും തന്നെ ഭക്ഷണം പോലും കഴിക്കാതെ ഇവിടത്തേക്ക് എത്തിയതായിരുന്നു. അപ്പോഴാണ് അറിയുന്നത് ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും തന്നെ ഇപ്പോൾ ഇവിടുന്ന് മടങ്ങിപ്പോയിട്ടുണ്ട്. സങ്കടകരമായ കാര്യമാണ്. തിരുവനന്തപുരത്ത് അല്ലമീൻ പറഞ്ഞതുപോലെ പ്രദീപേട്ടൻ ഒരു ഒറ്റപ്പെട്ട ഉദാഹരണമല്ല. ഒരുപാട് ഇത്തരത്തിൽ പ്രയാസം അനുഭവിക്കുക. പലരും ഇവിടെ നിന്ന് ആരോടും പരാതി പറയാതെ തിരിച്ചു പോകുന്നൊരവസ്ഥയാണുള്ളത്. കാരണം അവർ പരാതി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമ്മുടെ ജീവിതം പ്രയാസത്തിലല്ലേ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ അർജുൻ കല്യാടാണ് കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.